വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് അക്കൗണ്ടിങ് ടേംസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ ബേസിക് അക്കൗണ്ടിങ് ടേംസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ കുറച്ചധികം ടേംസ് നമ്മൾ പഠിച്ചു. എന്താണ് എൻറ്റിറ്റി എന്നും ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്നും അസറ്റ്സ്, ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസിൻ്റെ മീനിങ് സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോ കണ്ടവർ മാത്രം ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കും, കാരണം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻസിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ട് വാച്ച് ചെയ്ത് നോക്കാം. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വരുന്ന ടേംസ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ക്ലാസ് മനസ്സിലാക്കുക. ഡ്രോയിങ്സ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെയിൽസ്, പർച്ചേസ്, എക്സ്പെൻസ്, ഇൻകം, റവന്യൂ, എക്സ്പെൻഡിച്ചർ, ഡെപ്റ്റർ, ക്രെഡിറ്റർ, പ്രോഫിറ്റ്, ലോസ്, ഗുഡ്സ്, സ്റ്റോക്ക് ആൻഡ് വൗച്ചർ. ഇത്രയും ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച്, പ്രോബ്ലം സോൾവിങ്ങിനെയൊക്കെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡ്രോയിങ്സ് ആണ് പറയുന്നത്. Drawings is money or money's worth withdrawn by the owner from his business for his or her personal purpose. അപ്പോൾ പേഴ്സണൽ പർപ്പസ് ഓർ പ്രൈവറ്റ് പർപ്പസ് ഇത് രണ്ടും ഒന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പ്രൈവറ്റ് പർപ്പസ് എന്ന് അവർ എഴുതി തരിക. പേഴ്സണൽ പർപ്പസ് ഓർ പ്രൈവറ്റ് പർപ്പസ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ആവശ്യം, അതായത് ആ ഒരു ഓണറിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യുക, അത് അയാളുടെ ഒരു വ്യക്തിപരമായ ആവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ അയാളുടെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ. അപ്പോഴത്തേക്കാണ് പേഴ്സണൽ പർപ്പസ്, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് പർപ്പസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിന് വേണ്ടി മാറ്റിവെച്ച ക്യാഷോ അല്ലെങ്കിൽ ബിസിനസ്സിലെ ക്യാഷിന് മൂല്യമുള്ള, അതായത് അസറ്റോ, ബിസിനസ്സിലെ ക്യാഷോ അല്ലെങ്കിൽ അസറ്റ്സോ ഓണർ വിഡ്രോൺ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഹിസ് ഓർ ഹെർ പേഴ്സണൽ പർപ്പസ്. ഓണറുടെ പേഴ്സണലായിട്ട് പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിലെ ക്യാഷോ അല്ലെങ്കിൽ അസറ്റ്സോ വിഡ്രോൺ ചെയ്യുക, പിൻവലിക്കുക അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോകുക. അതിനെ നമ്മൾ എന്ത് പറയുക? ഡ്രോയിങ്സ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രോബ്ലത്തിൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തരും. ഈ എമൗണ്ട് ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഈ എമൗണ്ട് ഓണർ ബിസിനസ്സിൽ നിന്നും വിഡ്രോൺ ചെയ്ത എമൗണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി, പേഴ്സണൽ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഓണർ ബിസിനസ്സിൽ നിന്നും വിഡ്രോൺ ചെയ്ത എമൗണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. ബിസിനസ്സിൽ നിന്ന് ഓണർ വിഡ്രോൺ ചെയ്യുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രൈവറ്റ് പർപ്പസ് അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സിൻ്റെ ക്യാഷോ അല്ലെങ്കിൽ അസറ്റ്സോ അയാൾ ഓണർ വിഡ്രോൺ ചെയ്യുന്നത്. അതിനെ ഡ്രോയിങ്സ് എന്ന് പറയും. ഇനി അടുത്തതാണ് സെയിൽസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് സെയിൽസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അക്കൗണ്ടിങ് പഠിക്കുന്നതിന് നിങ്ങൾ സെയിൽസ് എന്നുള്ള ടേംസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സെയിൽസ് ആർ ടോട്ടൽ റവന്യൂ ഫ്രം ഗുഡ്സ് സോൾഡ് ഓർ സർവീസ് പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസ് ആർ ടോട്ടൽ റവന്യൂ നമ്മൾ സെയിൽസ് എന്ന് പറയും. ഇവിടുന്ന് കിട്ടുന്ന റവന്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഗുഡ്സ് സോൾഡ് ഓർ സർവീസ് പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. സാധനങ്ങൾ വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ, ഗുഡ്സ് സോൾഡ് ഓർ സർവീസ് പ്രൊവൈഡഡിലൂടെ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിറ്റുകൊണ്ടോ സർവീസ് കൊടുത്തുകൊണ്ടോ നമുക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുക. ആ ടോട്ടൽ റവന്യൂവിനെ നമ്മൾ സെയിൽസ് എന്ന് പറയും. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. ഇങ്ങനെ ഗുഡ്സ് സെല്ല് ചെയ്യുമ്പോഴോ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴോ റെഡി ക്യാഷിനാണെങ്കിൽ, അതായത് ആ ടൈമിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് സെയിൽസാണ്. മറ്റേ ആ ടൈമിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നില്ലെങ്കിൽ അത് ക്രെഡിറ്റ് സെയിലാണ്. ഫ്യൂച്ചറിലാണ് നമുക്ക് ആ സെയിലിൻ്റെ ക്യാഷ് കിട്ടുക. അപ്പോൾ അത് ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. അപ്പോൾ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ സർവീസ് നൽകുന്നതിലൂടെയോ, കസ്റ്റമേഴ്സിന് സർവീസ് നൽകുന്നതിലൂടെയോ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെയോ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ റവന്യൂവിനെ നമ്മൾ സെയിൽസ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചാരിറ്റിക്ക്, ഇപ്പോൾ ഒരു ബിസിനസ് ചാരിറ്റിക്ക് സാധനങ്ങൾ, ട്രസ്റ്റിന് വേണ്ടി സാധനങ്ങളോ എന്തെങ്കിലും കൊടുത്തു സാധനങ്ങളോ അല്ലെങ്കിൽ സർവീസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തു, പക്ഷെ നമുക്ക് തിരിച്ചോ റിട്ടേൺ അവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. നമ്മൾ കൊടുത്ത സാധനത്തിന് മൂല്യം കിട്ടുള്ള ക്യാഷോ അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള ഒന്നും നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് നമുക്ക് സെയിൽസ് ആണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല.
സെയിൽസിലൂടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക ടു കസ്റ്റമേഴ്സ്. അതോടൊപ്പം തന്നെ ഒരു റിട്ടേൺ കൂടി കിട്ടണം, ഒരു റവന്യൂ കൂടി ജനറേറ്റ് ചെയ്യണം. ആ ടോട്ടൽ റവന്യൂവിനെ നമ്മൾ സെയിൽസ് എന്ന് പറയും. ഇപ്പോൾ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് സെയിൽസ് ഒരു എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സെയിൽസ് എമൗണ്ടിലൂടെ ആ ബിസിനസ്സിന് കിട്ടിയ ടോട്ടൽ റവന്യൂ ആണ് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് റവന്യൂ നമുക്ക് കിട്ടുക? സാധനങ്ങൾ സെല് ചെയ്തുകൊണ്ടോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടോ കിട്ടുന്ന ആ ടോട്ടലായിട്ടുള്ള റവന്യൂ, ആ റിട്ടേണിനെ നമ്മൾ സെയിൽസ് എന്ന് പറയും. ഈ ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. ക്യാഷിന് നമുക്ക് സെയിൽ നടത്താം, അല്ലെങ്കിൽ കടത്തിന് നമുക്ക് ക്രെഡിറ്റ് സെയിൽ മീൻസ് കടത്തിന് നമുക്ക് സാധനങ്ങൾ വിൽക്കാം. സെയിൽ നടക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് റിട്ടേൺ കിട്ടുകയാണ്, റവന്യൂ കിട്ടുകയാണെങ്കിൽ അത് ക്യാഷ് സെയിൽസ് ആണ്. ഫ്യൂച്ചറിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ക്രെഡിറ്റ് സെയിലാണ്. അങ്ങനെ ക്യാഷ് സെയിലും ഉണ്ട്, ക്രെഡിറ്റ് സെയിലും ഉണ്ട്. ഇനി അടുത്തത് പർച്ചേസ് എന്ന് പറയും. പർച്ചേസ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ആർ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ഓൺ ക്യാഷ് ഫോർ യൂസ് ഓർ സെയിൽ other than raw materials or finished or buying from suppliers. പർച്ചേസ് എന്ന് പറയുമ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ഓൺ ക്യാഷ് ഓർ സെയിൽ. അപ്പോൾ നമ്മൾ ഈ സെയിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റവന്യൂ സെയിൽസിലൂടെ നമ്മൾ റവന്യൂ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഗുഡ്സ് വേണം. ഈ സാധനങ്ങൾ നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പർച്ചേസ്. ഈ സാധനങ്ങൾ വാങ്ങുന്ന അല്ലെങ്കിൽ സംഭരിക്കുന്ന ആ പ്രോസസ്സിനെ പർച്ചേസ് എന്ന് പറയാം. പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് എന്നാൽ സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്ര ഗുഡ്സ് നമ്മൾ പ്രൊക്യൂർ ചെയ്തു, സംഭരിച്ചു, അതിന് വേണ്ടി വരുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുക. അപ്പോൾ പർച്ചേസ് ഇത്ര രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത്ര രൂപയുടെ സാധനം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം. പർച്ചേസ് എന്നൊരു എമൗണ്ട് തരുമ്പോൾ ഇത്ര രൂപയുടെ ആ എമൗണ്ടിനുള്ള സാധനം നമ്മളുടെ കയ്യിലുണ്ട്, അതാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മൾ മനസ്സിലാക്കാം. പർച്ചേസ് ആർ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ ഈ പർച്ചേസ് എന്ന് പറയുമ്പോൾ അത് ക്രെഡിറ്റും ഉണ്ട്, ക്യാഷും ഉണ്ട്. സെയിൽസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പർച്ചേസ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റും ക്യാഷും ഉണ്ട്. ഒരു ബിസിനസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന പ്രൊക്യൂർ ചെയ്യുന്ന പ്രക്രിയ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞു. ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് റെഡി ക്യാഷിനും ബിസിനസ് വാങ്ങും, അല്ലെങ്കിൽ കടത്തിനും വാങ്ങും. ബിസിനസ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അപ്പം തന്നെ ക്യാഷ് കൊടുക്കുക, അതായത് സപ്ലയറിനാണ് സാധനങ്ങൾ വാങ്ങിക്കുക, അപ്പം തന്നെ സപ്ലയേഴ്സിന് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് പർച്ചേസ് എന്ന് പറയും. അപ്പം തന്നെ നമ്മൾ കൊടുത്തു. ഇനി ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സപ്ലയേഴ്സിന് ക്യാഷ് കൊടുക്കില്ല, ഫ്യൂച്ചറിലായിരിക്കും. നമ്മൾ കടത്തിനാണ് ആ ടൈമിൽ നമ്മൾ ഫ്യൂച്ചറിലാണ് നമ്മൾ ക്യാഷ് കൊടുക്കുക. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്, ക്യാഷ് പർച്ചേസും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്ന ആ ടോട്ടൽ എമൗണ്ടിന് നമ്മൾ പർച്ചേസ് എന്ന് പറയും. സെയിൽ ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാൻ സംഭരിക്കുന്ന ആ ടോട്ടൽ എമൗണ്ട് ഇത്ര രൂപയ്ക്കാണ് സാധനങ്ങൾ നമ്മൾ വാങ്ങി, അതിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയാം. അത് ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്, ക്യാഷ് പർച്ചേസും ഉണ്ട്. ഫോർ യൂസ് ഓർ സെയിൽ എന്നാണ്. ഇങ്ങനെ പർച്ചേസ് എന്ന ഒരു യൂസ് ഓർ സെയിൽ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ടോട്ടൽ എമൗണ്ട് പർച്ചേസ് എന്ന് പറഞ്ഞു. യൂസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിലപ്പോൾ മാനുഫാക്ചറിങ് കൺസേൺ ആയിരിക്കും നമ്മുടെ ബിസിനസ്. അത് പറയുമ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് നമ്മൾ വിൽക്കും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. അതാണ് യൂസ് ഓർ. അല്ലെങ്കിൽ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ സെയിൽ ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റും, അപ്പോഴാണ് യൂസ് എന്ന് പറയുക. നമ്മളത് സെയിൽ ചെയ്യും. അപ്പോൾ പർച്ചേസ് നമ്മൾ സിമ്പിളായി മനസ്സിലാക്കുക, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിനെ പർച്ചേസ് എന്ന് പറയും. പർച്ചേസ് ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. ഫോർ യൂസ് ഓർ സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യും. പിന്നെ യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസ് ആയിരിക്കും പർച്ചേസ് ചെയ്യുക, അതിന് നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യും. സപ്ലയേഴ്സിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക, സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുക. അപ്പോൾ സെയിൽസും പർച്ചേസും മനസ്സിലായിട്ടുണ്ടാകും. ഇനി അടുത്താണ് ഇൻകം എന്ന് പറയും. ഇൻകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ടേമാണ് ഇൻകം എന്ന് പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുള്ളൊരു ടേമായിരിക്കും. ഇൻകം മീൻസ് ദാറ്റ് മണി ഓർ റെസീപ്റ്റ്സ് റിസീവ്ഡ് ഫ്രം ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് കമ്പനി. ഒരു കമ്പനിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരിക്കും, സെയിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കമ്പനി വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്പോൾ അതിന് ഡിവിഡൻഡ് കിട്ടും. അതേപോലെ ബാങ്കിൽ പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ പല സോഴ്സിൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പല സോഴ്സിൽ ഇടപെട്ടിട്ടുണ്ടായിരിക്കും, ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺ, അതേപോലെ കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്,
അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഇൻകം കമ്പനിക്ക് ലഭിക്കും. ഈ വരുമാനത്തെയൊക്കെ നമ്മൾ എന്ത് പറയും? ഇൻകം എന്ന് പറയും. ഈ മണി, പണത്തെ, റെസീപ്റ്റ്സിനെയൊക്കെ നമ്മൾ ഇൻകം എന്ന് പറയും. ഇനി അടുത്താണ് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഇൻക്വേർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ആർ നോൺ ആസ് എക്സ്പെൻസ്. വേജസ്, സാലറി, റെൻറ്റ് എക്സെട്ര. ഒരു എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ മലയാളം ചിലവുകൾ എന്നാണ് അർത്ഥം. ചിലവെന്ന് മീൻസ് ഇവിടെ ബിസിനസ്സിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സെയിലാണ് അല്ലേ. അപ്പോൾ ഒരു സെയിലിലൂടെ നമുക്ക് എന്ത് കിട്ടുന്ന? റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ റവന്യൂ ജനറേറ്റ് പെടാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിന് മീറ്റ് ചെയ്യേണ്ട കോസ്റ്റിനെ നമ്മൾ എക്സ്പെൻസ് എന്ന് പറയും. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിന് മീറ്റ് ചെയ്യപ്പെടുന്ന കോസ്റ്റിനെ നമ്മൾ എന്ത് പറയും? ബിസിനസ്സിന് വരുന്ന കോസ്റ്റ്, ആ ചിലവിന് നമ്മൾ എന്ത് പറയും? എക്സ്പെൻസ് എന്ന് പറയും. കോസ്റ്റ് ഇൻക്വേർഡ് ബൈ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിന് വരുന്ന കോസ്റ്റിനെയാണ് നമുക്ക് എക്സ്പെൻസ് എന്ന് പറയാം. ഇപ്പോൾ കുറേ ഇപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എംപ്ലോയീസിൻ്റെ ആവശ്യങ്ങൾ, പലതരത്തിലുള്ള എംപ്ലോയീസ് നമുക്ക് ബിസിനസ്സിൽ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പല സ്റ്റാഫുകളെ അപ്പോയിൻറ്റ് ചെയ്തതായിട്ട് വരും. അവർക്ക് വേജ്, സാലറി, അതേപോലെ തന്നെ റെൻറ്റ്, നമ്മുടെ ബിൽഡിങ് റെൻറ്റിന് കൊടുത്താൽ അത്, പിന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല്, അപ്പോൾ അത്, പിന്നെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെത്, അപ്പോൾ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. റവന്യൂ നോർമൽ ഓപ്പറേഷൻ സെയിലാണ്. അപ്പോൾ അതിന് സെയിലിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ് റവന്യൂ. അപ്പോൾ ഈ റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ബിസിനസ് വരുന്ന കോസ്റ്റിനെ നമ്മൾ എന്ത് പറയുക? എക്സ്പെൻസ് എന്ന് പറയുക. എക്സാമ്പിൾസ് ഇതുപോലെ പറഞ്ഞ ഓരോന്നിൻ്റെ ഈ ടേംസിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് വെക്കണം. കാണാതെ പിടിക്കണം എന്നല്ല, മീനിങ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് കണക്ട് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഡെഫിനിഷൻസ് ആയാലും എക്സാമ്പിൾസ് ആയാലും, ഈ എക്സാമ്പിൾസ് തന്നിട്ട് ഇത് ഏത് ടേംസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വേജ്, സാലറി, റെൻറ്റ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല്, ഇതൊക്കെ എന്താണ്? എക്സ്പെൻസുകളാണ്, ചിലവുകളാണ്. നോർമൽ ഓപ്പറേഷൻസിന് വേണ്ടി വരുന്ന കോസ്റ്റുകളാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റിനെ എക്സ്പെൻസ് എന്ന് പറയും. ഇനി റവന്യൂ എന്താ നമ്മൾ നോക്കണം അല്ലേ. ഇപ്പോൾ നമ്മൾ റവന്യൂ, സെയിൽസിൽ നമ്മൾ റവന്യൂ എന്നുള്ള ടേം കേട്ടു, അതേപോലെ എക്സ്പെൻസിൽ റവന്യൂ എന്നുള്ള ടേം കേട്ടു. ഈ റവന്യൂ എന്താണ്? നമ്മൾ ഈ ടേംസിലൊക്കെ നമ്മൾ റവന്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ദർ ആർ ദി എമൗണ്ട് ഓഫ് ബിസിനസ് ഏൺഡ് ബൈ സെല്ലിങ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസ് ടു കസ്റ്റമേഴ്സ് ആർ കാൾഡ് സെയിൽസ് റവന്യൂ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ രണ്ട് റവന്യൂ ഉണ്ട്. ഒന്ന് സെയിൽസ് റവന്യൂ ഉണ്ട്, പിന്നെ ഒന്ന് ഒതർ റവന്യൂ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ സെയിൽസ് റവന്യൂ എന്ന് പറയുമ്പോൾ? ദർ ആർ എമൗണ്ട് ഓഫ് ബിസിനസ് ഏൺഡ് ബൈ സെല്ലിങ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. സെയിൽസ് റവന്യൂ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് സെയിൽസിലൂടെ കിട്ടുന്ന റിട്ടേൺ ആണ് സെയിൽസ് റവന്യൂ. സെയിൽസിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന റവന്യൂ ആണ് സെയിൽസ് റവന്യൂ. നോർമലായിട്ടും സെയിൽസിലൂടെയാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത്. അപ്പോൾ സെയിൽസിലൂടെ കിട്ടുന്ന റവന്യൂവിനെയാണ് നമുക്ക് എന്ത് പറയുക? സെയിൽസ് റവന്യൂ എന്ന് പറയുക. സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു, ഗുഡ്സ്, സാധനങ്ങൾ സെല്ല് ചെയ്യുക അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഇതിനെയാണ് സെയിൽസ്. സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴും സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് റിട്ടേൺ കിട്ടണം, അതാണ് റവന്യൂ. അപ്പം അങ്ങനെ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, സർവീസ് പ്രൊവൈഡ് ചെയ്യുക, സാധനങ്ങൾ സെല്ല് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ആ റിട്ടേണിനെയാണ് നമ്മൾ എന്ന് പറയുക സെയിൽസ് റവന്യൂ. സെയിൽസിലൂടെ കിട്ടുന്ന റവന്യൂ സെയിൽസ് റവന്യൂ. ഈ ഒതർ റവന്യൂ എന്ന് പറയുമ്പോൾ റവന്യൂവിൻ്റെ കമ്മീഷൻ, റവന്യൂടെ കിട്ടുന്ന കമ്മീഷൻ, അതേപോലെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ്, ഇതൊക്കെ റവന്യൂ, ഒതർ റവന്യൂ ആയിട്ട് കാട്ടും. അപ്പോൾ സെയിൽസ് റവന്യൂ എന്ന് പറയുമ്പോൾ സെയിൽസിലൂടെ കിട്ടുന്ന റവന്യൂ, സാധനങ്ങൾ സെല്ല് ചെയ്യുന്നതിലൂടെയോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന റവന്യൂ ആണ് സെയിൽസ് റവന്യൂ. ഒതർ റവന്യൂ പറയുമ്പോൾ റെൻറ്റ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, ഇതൊക്കെ ഒതർ റവന്യൂ. ഇനി എന്താണ് എക്സ്പെൻഡിച്ചർ എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് എക്സ്പെൻഡിച്ചർ? സ്പെൻഡിങ് മണി ഓർ ഇൻക്വയറിങ് എ ലയബിലിറ്റി for some benefits or service or property received is called expenditure. Expenditure can be of two types. അപ്പോൾ എന്ത് പറയുക? സ്പെൻഡിങ് മണി ഓർ ഇൻക്വയറിങ് ലയബിലിറ്റി ഫോർ some benefits, സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഈസ് കാൾഡ് എക്സ്പെൻഡിച്ചർ. സ്പെൻഡിങ് മണിയാണ്. നമ്മുടെ ബിസിനസ് പണം ചിലവഴിക്കുക അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി ഏറ്റെടുക്കുക, ഇൻക്വയർ ചെയ്യുക. അതുവഴി സം ബെനിഫിറ്റ്സ് കിട്ടും. ഇപ്പോൾ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പണം ചിലവഴിക്കുന്നത്. അതൊരു എക്സ്പെൻസ് ആവുന്നത് അതുകൊണ്ടാണ്. അതുപോലെ ഒരു ലയബിലിറ്റി ഏറ്റെടുക്കുമ്പോഴും അതിനൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ആ ബെനിഫിറ്റിൻ്റെ ഡ്യൂറേഷൻ നോക്കിയിട്ടാണ്. ആ ബെനിഫിറ്റ് എത്ര കാലം നമുക്ക് കിട്ടുന്നു, ആ ബെനിഫിറ്റിനെ നമ്മൾ
നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ആ ബെനിഫിറ്റിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളതിനെ 2 ടൈപ്പ് ആക്കിയിട്ട് തിരിക്കുന്നത്. ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെൻഡിങ് മണി, അവിടെ ഒരു എക്സ്പെൻസ് ഉണ്ടാകുമ്പോഴോ ഇൻക്വറിങ് ഒരു ലൈബിലിറ്റി ഏറ്റെടുക്കുമ്പോഴോ കിട്ടുന്ന ആ ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ന് പറയുക എക്സ്പെൻഡിച്ചർ. നോർമലി എക്സ്പെൻസിലൂടെ കിട്ടുന്ന ബെനിഫിറ്റിനെ നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. പല വിദ്യാർത്ഥികൾക്കും ഈ എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. എക്സ്പെൻസിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് അതിനെ നമ്മൾ എന്ത് പറയുക എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ഇപ്പോൾ റെൻറ്റ്, സാലറി ഇതൊക്കെ നമ്മൾ എക്സ്പെൻസിലെ എക്സാമ്പിളായിട്ട് പറഞ്ഞു. ഈ റെൻറ്റ് കൊടുക്കുമ്പോൾ സാലറി കൊടുക്കുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഒരു എംപ്ലോയീസിന് മന്ത്ലി നമ്മൾ സാലറി കൊടുക്കുക. എംപ്ലോയീസിൻ്റെ ആ മന്ത്ലിയുള്ള സർവീസിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് സാലറി കൊടുക്കുന്നത്. അപ്പോൾ ആ സാലറിക്കൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വൈദ്യുതിയുടെ ബില്ല് കൊടുക്കുന്നത്. വൈദ്യുതി ഉപയോഗിക്കുന്ന സർവീസ് അതൊരു ബെനിഫിറ്റാണ് നമുക്ക്. അപ്പോൾ ഓരോ എക്സ്പെൻസിനും അല്ലെങ്കിൽ ഓരോ ലൈബിലിറ്റിക്കും അതിനൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ബാങ്ക് ലോൺ എന്ന് പറഞ്ഞ ഒരു ലൈബിലിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ലൈബിലിറ്റി ആയിട്ട് എടുക്കുമ്പോൾ ബിസിനസ്സിന് പൈസ കിട്ടുന്നുണ്ട്, പെട്ടെന്ന് ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണത്. അപ്പോൾ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് ഉണ്ട്, ഒരു ലൈബിലിറ്റി ആയിട്ട് എടുക്കുമ്പോഴും ബെനിഫിറ്റ് ഉണ്ട്. ഈ ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ഇനി എക്സ്പെൻഡിച്ചർ 2 ടൈപ്പ് ഉണ്ട്. അതായത് ഈ ബെനിഫിറ്റിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ടാണ് എക്സ്പെൻഡിച്ചർ നമ്മൾ 2ആയിട്ടിരിക്കുന്നത്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. നമ്മൾ എക്സ്പെൻഡിച്ചറിന് നമ്മൾ 2ആയിട്ടിരിക്കും. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെൻസിന് വരുന്ന ബെനിഫിറ്റ്, ഒരു എക്സ്പെൻസിലൂടെ കിട്ടുന്ന ബെനിഫിറ്റിനെ സർവീസിന് നമ്മൾ എന്ത് പറയും എക്സ്പെൻഡിച്ചർ എന്ന് പറയും. എക്സ്പെൻഡിച്ചർ ആ ബെനിഫിറ്റിൻ്റെ ഡ്യൂറേഷന് നമ്മൾ ഡ്യൂറേഷൻ അനുസരിച്ചാണ് നമ്മൾ എക്സ്പെൻഡിച്ചറിനെ 2ആയിട്ട് ക്ലാസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കാം. ദ ബെനിഫിറ്റ് ഓഫ് എൻ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഫോർ മോർ ദാൻ ഇയർ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആ ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ആ എക്സ്പെൻസിലൂടെ ആ ലൈബിലിറ്റി ഏറ്റെടുക്കുന്നതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് ഡ്യൂറേഷൻ മോർ ദാൻ 1 ഇയർ ആ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ പർച്ചേസ് മെഷീനറി ഓർ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാം. മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഫർണിച്ചറിലൂടെ നമുക്ക് മെഷീനറി ലഭിക്കുന്നുണ്ട്. പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് മെഷീനറി ലഭിക്കുന്നുണ്ട്. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ഫർണിച്ചർ ഇടുന്നു. ഈ ഫർണിച്ചർ മെഷീനറി ഒരു ബിസിനസ്സിൽ മോർ ദാൻ 1 ഇയർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. മോർ ദാൻ 1 ഇയർ നിൽക്കുന്നതാണ് മെഷീനറി, ഫർണിച്ചർ തുടങ്ങിയ. അപ്പോൾ അതൊക്കെ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഈ ഇത്തരം മെഷീനറി ഫർണിച്ചറൊക്കെ വാങ്ങിക്കുന്നതിലൂടെ കിട്ടുന്ന ഈ മെഷീനറി ബിസിനസ്സിൽ മോർ ദാൻ 1 ഇയർ യൂസ്ഫുൾ ആയിട്ടിരിക്കും. അപ്പോൾ അതിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. റവന്യൂ എക്സ്പെൻഡിച്ചറാണ് ദ ബെനിഫിറ്റ് ഓഫ് എൻ എക്സ്പെൻഡിച്ചർ ഈസ് എക്സ്ക്യൂസഡ് വിത്തിൻ 1 ഇയർ. അതിൻ്റെ ബെനിഫിറ്റ് 1 ഇയറോ അല്ലെങ്കിൽ 1 മന്തൊക്കെ നിൽക്കുള്ളൂ. വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ അത് തീർന്നു, അതിൻ്റെ ഇത് കഴിയും, എക്സ്പെൻഡിച്ചർ ക്ലോസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിലായിരിക്കും. അതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ അതിൻ്റെ റവന്യൂ ബെനിഫിറ്റ് ക്ലോസ് ചെയ്യപ്പെടും. റെൻറ്റ്, സാലറി, ഇതൊക്കെ 1 മന്തിനാണ് നമ്മൾ കൊടുക്കുക അല്ലേ. സാലറി കൊടുക്കുന്ന 1 മാസത്തിനാണ്. 1 മാസത്തിന് എൻഡിൽ നമ്മൾ സാലറി കൊടുക്കുക. അപ്പോൾ അതെന്ന് പറയുമ്പോൾ 1 മന്ത് അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ എംപ്ലോയീസിന് 1 മന്ത് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ. അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അത്തരത്തിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ എക്സ്പെൻസ് എന്ന് പറയും. റെൻറ്റ്, സാലറി ഒക്കെ എക്സ്പെൻസുകളാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിലായിരിക്കും. ഇനി അടുത്ത് ഡെപ്റ്റർ ഓർ അക്കൗണ്ട് റെസീവബിൾസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഡെപ്റ്റർ എന്ന് പറയാം. പേഴ്സൺ ഹൂ ഓസ് ടു പേ എൻ എമൗണ്ട് ടു ബിസിനസ് ഫോർ ബൈയിങ് ഗുഡ്സ് ഓർ സർവീസ് ഓൺ ക്രെഡിറ്റ്. കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ സർവീസ് നമ്മൾ സാധനങ്ങൾ വിൽക്കുക. ഫോർ ബൈയിങ് ഗുഡ്സ് ഓർ സർവീസ് ഓൺ ക്രെഡിറ്റ്. ദ പേഴ്സൺ ഹൂ ഓസ് ടു പേ എൻ എമൗണ്ട് ടു ബിസിനസ്. ബിസിനസ്സിന് പൈസ കൊടുക്കാനുള്ള വ്യക്തിയെ നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള വ്യക്തിയെ നമ്മൾ ഡെപ്റ്റർ എന്ന് പറയും.
എങ്ങനെ ബിസിനസ്സിൽ നിന്നും കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയവരാണ് ബിസിനസ്സിലേക്ക് പിന്നീട് പൈസ തരാനുണ്ടായിരിക്കുക അല്ലെ. കടത്തിന് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കൊണ്ടുപോയവരെയാണ് അല്ലെങ്കിൽ ഉപയോഗിച്ചവരെയാണ് നമുക്ക് പിന്നീട് പൈസ തരാനുണ്ടായിരിക്കുക. അപ്പോൾ അവരെ നമ്മൾ ഡെപ്റ്റർ എന്ന്, ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള വ്യക്തിയെ ഡെപ്റ്റർ എന്ന് പറയും. ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോഴാണ് ഒരു ബിസിനസ്സിന് ഡെപ്റ്റർ ഉണ്ടായിരിക്കുക. അതായത് കടത്തിന് നമ്മൾ സാധനങ്ങൾ വിൽക്കുകയാണ്, അപ്പോൾ ആർക്കാണോ കൊടുക്കുന്നത് അവർ നമുക്ക് ഫ്യൂച്ചറിൽ പൈസ തരേണ്ടതുണ്ട്. അതിന് ഡെപ്റ്റർ എന്ന് പറയും. ഈ ഡെപ്റ്റർ ടോട്ടൽ ഡെപ്റ്റേഴ്സിനെ നമ്മൾ എന്ത് പറയും? സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ഒരുപാട് വ്യക്തികൾക്ക് നമ്മൾ കടത്തിന് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് പൈസ തരേണ്ട വ്യക്തികളാണ്. അപ്പോൾ അവരെ എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ഈ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഒരു അസറ്റാണ്. കാരണം ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള വ്യക്തികളാണ് ഡെപ്റ്റർ. അവർ ബിസിനസ്സിലേക്ക് പൈസ തരണം. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ ഒരു അസറ്റായിട്ടാണ് നമ്മൾ ഡെപ്റ്ററിനെ നമ്മൾ കരുതുക. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലാണ് നമ്മൾ ഡെപ്റ്റർ എഴുതുക. ഈ പേഴ്സൺ ഹൂ ഓസ് ടു പേ ആൻ എമൗണ്ട് ടു ബിസിനസ് എന്നുള്ള ലൈൻ തന്നിട്ട് ഇത് ഏത് ടേമാണെന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡെപ്റ്ററാണ്. ടു ബിസിനസ് എന്നാണ് പറയുന്നത്. പേ എൻ എമൗണ്ട് ടു ബിസിനസ്, ബിസിനസ്സിലേക്ക് എമൗണ്ട് പേ ചെയ്യാനുള്ള വ്യക്തിയാണ് നമ്മൾ എന്ത് പറയുക? ഡെപ്റ്റർ എന്ന് പറയുക. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള വ്യക്തി, ബിസിനസ്സിൽ നിന്നും കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയ വ്യക്തി അല്ലെങ്കിൽ ബിസിനസ് കടത്തിന് സെയിൽ ചെയ്ത വ്യക്തി ഡെപ്റ്റർ എന്ന് പറയും. അതൊരു അസറ്റാണ്. ടോട്ടൽ ഡെപ്റ്റേഴ്സിന് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് എഴുതുക. ഡെപ്റ്റേഴ്സിനെ നമ്മുടെ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇനി അടുത്താണ് ക്രെഡിറ്റർ. ഡെപ്റ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ്. ദ പേഴ്സൺ ടു ഹും ബിസിനസ് ഓസ് ടു പേ എൻ എമൗണ്ട് ഫോർ ബൈയിങ് ഗുഡ്സ് ഓർ സർവീസ് ഓൺ ക്രെഡിറ്റർ. ഇവിടെ കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കുന്ന സർവീസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ബിസിനസ്സാണ്. ബിസിനസ് കടത്തിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഇപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടി സപ്ലയേഴ്സിൽ നിന്നും കടത്തിനാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, ഈ സർവീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യണം? ഫ്യൂച്ചറിൽ സപ്ലയേഴ്സിന് പൈസ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബിസിനസ് പൈസ കൊടുക്കാനുള്ള വ്യക്തിയെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. അപ്പോൾ സപ്ലയേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? പൈസ വാങ്ങിയിട്ടുണ്ടായിരിക്കും. സപ്ലൈസിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ കടത്തിന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സർവീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം? ആ സപ്ലൈസിന് നമ്മൾ പൈസ കൊടുക്കണം. ആ വ്യക്തി ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കേണ്ടത് ആ വ്യക്തിയെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. സാധനങ്ങൾ വാങ്ങിക്കുകയും സർവീസ് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് ആ വ്യക്തിയെ നമ്മൾ എന്ത് പറയും? ക്രെഡിറ്റർ എന്ന് പറയും. അപ്പോൾ ക്രെഡിറ്റർ ഒരു ലൈബിലിറ്റിയാണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് ഫ്യൂച്ചറിൽ പൈസ കൊടുക്കേണ്ട വ്യക്തിയാണ് ക്രെഡിറ്റർ എന്ന് പറയാം. അപ്പോൾ ക്രെഡിറ്റർ ഒരു ലൈബിലിറ്റിയാണ്, ബിസിനസ്സിൻ്റെ ഒരു ബാധ്യതയാണ്. ബിസിനസ് ഫ്യൂച്ചറിൽ പൈസ കൊടുക്കേണ്ട വ്യക്തിയാണ്, ലൈബിലിറ്റിയാണ്. ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിലാണ് എഴുതുക. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാണ് പറയുക. ടോട്ടൽ ക്രെഡിറ്റേഴ്സിനെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുക. ഇപ്പോൾ ബിസിനസ് പൈസ കൊടുക്കേണ്ട വ്യക്തി, ക്രെഡിറ്റ് ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ സർവീസ് ഉപയോഗിക്കുന്ന ഭാഗമായിട്ട് ബിസിനസ് പൈസ കൊടുക്കേണ്ട വ്യക്തി നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ അക്കൗണ്ട് പേയബിൾസ് എന്ന് പറയും. ടോട്ടൽ ക്രെഡിറ്റേഴ്സിനെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. ക്രെഡിറ്റർ ഒരു ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിലാണ് എഴുതുക. ഇനി അടുത്താണ് പ്രോഫിറ്റ് എന്ന് പറയാം. പ്രോഫിറ്റ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എ പീരീഡ് റിലേറ്റഡ് എക്സ്പെൻസ് ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ്. ഇവിടെ നമ്മൾ രണ്ട് ടേം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എക്സ്പെൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്, റവന്യൂ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകമാണ് റവന്യൂ അല്ലേ, നമുക്ക് കിട്ടുന്ന വരുമാനമാണ് റവന്യൂ എന്ന് പറയുന്നത്. നമുക്ക് വന്ന കോസ്റ്റ്, ഇതിനെ നമ്മൾ എക്സ്പെൻസ് എന്ന്, ചിലവാണ് എക്സ്പെൻസ് എന്ന് പറയും. അപ്പം നമുക്ക് എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ്. അത് നമുക്ക് കിട്ടുന്ന വരുമാനമാണ് അവിടെ കൂടുതൽ. നമുക്ക് ആ വർഷം ഉണ്ടാകുന്ന ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. നമുക്ക് ചിലവാണ് ഇവിടെ കുറവ്, വരുമാനം നമുക്ക് കൂടുതലാണ്. ആ വർഷം കിട്ടിയ വരുമാനം, ഓപ്പറേഷൻസിലൂടെ കിട്ടുന്ന റവന്യൂ അത് കൂടുതലാണ്. ആ ഓപ്പറേഷൻ നടത്താനായിട്ട് വരുന്ന ചിലവ്, എക്സ്പെൻസ് കുറവാണ്. റവന്യൂ ഏൺ ചെയ്യുക, റവന്യൂ ആണ് കൂടുതൽ, ആ റവന്യൂ ഏൺ ചെയ്യാനായിട്ട് വരുന്ന എക്സ്പെൻസ് കുറവാണ്. അതാണ് പ്രോഫിറ്റ്. ഇവിടെ റവന്യൂ കൂടുതലും എക്സ്പെൻസ് കുറവായിരിക്കും. ആ ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രോഫിറ്റ് ശരിക്കും ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പ്രോഫിറ്റ് ക്യാപിറ്റലിൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്, അല്ലെങ്കിൽ ഓണേഴ്സിന് അവകാശപ്പെട്ടതാണ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന ഇതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ലോസ് എന്ന് പറയുമ്പോൾ
നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ ആണ്. അതായത് ആ വർഷം ഉണ്ടായിരിക്കുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവാണ് നമുക്ക് കൂടുതൽ, വരുമാനം നമുക്ക് കുറവാണ്. അപ്പം ലോസ് എന്ന് പറയും, ലോസ് ക്യാപിറ്റൽ കുറയ്ക്കുന്ന ഒരു ഐറ്റമാണ്. ഇനി അടുത്താണ് ഗുഡ്സ് എന്ന് പറയും. ഇത് റെഫേഴ്സ് ദ പ്രൊഡക്റ്റ് ഇൻ വിച്ച് ദ ബിസിനസ് ആൻഡ് യൂണിറ്റ് ഈസ് ഡീലിംഗ്. ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ ഡീലർ പർച്ചേസ് ചെയ്യേഴ്സ് ടേബിൾ ഇൻ ടേംസ് ആസ് ഗുഡ്സ് വൈൽ other ഫർണിച്ചർ ആൻഡ് റിലേറ്റഡ് അസറ്റ്. ഇവിടെ പറഞ്ഞൊരു ബിസിനസ് ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ഡീലിങ്സ് എന്ന് പറയുമ്പോൾ പർച്ചേസും സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് അതിന് നമ്മൾ ഗുഡ്സ്, അതേപോലെ തന്നെ സെയിൽ ചെയ്യുന്നതായിട്ടുള്ള ഐറ്റംസിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ബിസിനസ് ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് ഗുഡ്സ് എന്ന് പറയുക. ഒരു സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിൽ അവിടെ ഡീൽ ചെയ്യുന്ന സ്റ്റേഷനറി ഐറ്റംസ് ആണ്. ആ ബിസിനസ് പർച്ചേസ് ചെയ്യുന്നത് സ്റ്റേഷനറി ഐറ്റമാണ്, സെയിൽ ചെയ്യുന്നത് സ്റ്റേഷനറി ഐറ്റമാണ്. ഒരു വെജിറ്റബിൾ ഷോപ്പാണെങ്കിൽ അവിടെ ഡീൽ ചെയ്യുന്നത് എന്താണ്? പർച്ചേസ് ചെയ്യുന്നത് വെജിറ്റബിൾസ് ആണ്, സെയിൽ ചെയ്യുന്നത് വെജിറ്റബിൾസ് ആണ്. ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ അവിടെ പർച്ചേസ് ചെയ്യുന്നത് ഡ്രസ് മെറ്റീരിയൽസ് ആണ്, സെയിൽ ചെയ്യുന്നത് ഡ്രസ്സുകളാണ്. അവിടെ ഡീൽ ചെയ്യുന്ന, പർച്ചേസ് ചെയ്യുന്ന സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് ഡീലിംഗ് എന്ന് ഉപയോഗിക്കുക. അപ്പോൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് ഗുഡ്സ് എന്ന് പറയുക. ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റിനെ ഗുഡ്സ് എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഫർണിച്ചർ ഡീലേഴ്സ് പർച്ചേസ് ചെയർസ് ആൻഡ് ടേബിൾസ്. ഒരു ഫർണിച്ചർ ഡീലർ ചെയറും ടേബിൾസും വാങ്ങിച്ചു, അത് പർച്ചേസ് ചെയ്ത് അതേപോലെ സെയിൽ ചെയ്യുന്നതും ഈ ചെയർസും ടേബിൾസാണ്. അപ്പോൾ അവിടുത്തെ ഗുഡ്സ് എന്ന് പറയുന്നത് ചെയർസും ടേബിൾസാണ്. നേരെ മറിച്ചിട്ട് ഒരു സ്റ്റേഷനറി ഷോപ്പിൽ ഫർണിച്ചർ ഇതൊക്കെ പറയുമ്പോൾ അതൊരു അസറ്റാണ്. അവിടെ ഡീൽ ചെയ്യുന്ന ഗുഡ്സ് സ്റ്റേഷനറി ഐറ്റംസ് ആണ്. അത് ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റാണ്. അപ്പോൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഗുഡ്സ് എന്ന് പറയുക. അത് ഇനി അടുത്താണ് സ്റ്റോക്ക് എന്ന് പറയും. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗുഡ്സ് ലേയിങ് വിത്ത് എ ബിസിനസ് ഫോർ സെയിൽ ഓൺ എനി ഗിവിങ് ഡേറ്റ് ആർ കാൾഡ് സ്റ്റോക്ക് എന്ന് പറയാം. അപ്പോൾ അൺസോൾഡ് ഗുഡ്സിനെ നമ്മൾ എന്ത് പറയുക? സ്റ്റോക്ക് എന്ന് പറയുക. നമ്മൾ ഗുഡ്സിൽ വിറ്റ് പോവാത്ത ഗുഡ്സിനെ സ്റ്റോക്ക് എന്ന് പറയും. നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ നിന്നും വിറ്റ് പോവാത്ത ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്ന ഗുഡ്സ്, അതായത് അൺസോൾഡ് ഗുഡ്സിനെ സ്റ്റോക്ക് എന്ന് പറയും. ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഈ അൺസോൾഡ് റിമൈനിങ് ഗുഡ്സിനെ നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയും. ഒരു വർഷത്തിൻ്റെ ബിഗിനിങ്ങിൽ വരുന്ന നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കും, എൻഡിങ്ങിൽ വരുന്നതിന് ക്ലോസിംഗ് സ്റ്റോക്കും, ബിഗിനിങ്ങിൽ വരുന്നതിന് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ വരുന്നതിന് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കും എന്ന് പറയും. അപ്പോൾ അൺസോൾഡ് നമ്മൾ ആകെ പ്രൊഡ്യൂസ് ചെയ്തു, ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഗുഡ്സിൽ സെയിൽ ചെയ്യപ്പെടാത്ത ബാക്കി വരുന്ന ഗുഡ്സ്, റിമൈനിങ് ആയിട്ടുള്ള ഗുഡ്സ്, അൺസോൾഡ് ഗുഡ്സിനെ നമ്മൾ സ്റ്റോക്ക് എന്നാണ് പറയുക. സ്റ്റോക്ക് അല്ലെങ്കിൽ അതിനെ ഇൻവെൻട്രി എന്ന് നമ്മൾ പറയും. സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി എന്ന് പറയും. അപ്പോൾ ഒരു വർഷത്തിൻ്റെ എൻഡിങ്ങിൽ വരുന്നത് ക്ലോസിങ് സ്റ്റോക്കും, ബിഗിനിങ്ങിൽ വരുന്നത്, തുടക്കത്തിൽ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കുമാണ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഇൻവെൻട്രി എന്ന് പറയും. സ്റ്റോക്കിന് നമ്മൾ ഇൻവെൻട്രി എന്നും പറയും. ഇനി അടുത്താണ് വൗച്ചർ എന്ന് പറയും. ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഇസ് നോൺ ആസ് വൗച്ചർ. നമ്മൾ ഓരോ അക്കൗണ്ടിങ്ങിലെ ഓരോ ട്രാൻസാക്ഷൻസിനും എവിഡൻസ് വേണം, അല്ലെങ്കിൽ റിലയബിലിറ്റി വേണം. നമ്മൾ പഠിച്ചു അക്കൗണ്ടിങ്ങിലെ ഒരു ഫീച്ചറാണ് റിലയബിലിറ്റി എന്ന് പറയും. അതായത് ഓരോ ട്രാൻസാക്ഷനും എറർ ഫ്രീ ആയിരിക്കണം, അല്ലെങ്കിൽ റിലയബിൾ ആയിരിക്കണം എന്നാണ്, മോസ്റ്റ് ട്രസ്റ്റി ആയിരിക്കണം എന്നാണ്. നമ്മൾ സങ്കല്പത്തിനോ തെറ്റുകൾക്കോ വിധേയമാവാതെ ആ എൻട്രി ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അത് വൗച്ചറാണ്. അങ്ങനെ വൗച്ചർ എന്ന് പറയുമ്പോൾ ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. മോർ റിലയബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് വൗച്ചറുകൾ സഹായിക്കും. അതായത് ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ബില്ലുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, ബില്ലുകൾ കിട്ടുന്നതുണ്ട്, അതിൻ്റെ ഡോക്യുമെൻ്ററി ആയിട്ടുള്ള മറ്റ് എവിഡൻസുകളുണ്ട്. അപ്പോൾ ഈ എവിഡൻസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യാനും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്താനും. ഈ ബില്ല്, അതേപോലെ തന്നെ ബില്ല്, റെസീപ്റ്റ്സിനൊക്കെ നമ്മൾ വൗച്ചർ എന്നാണ് പറയുക, അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെൻ്റ് നമ്മൾ പറയും. വൗച്ചർ അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയും. ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ബില്ല്, അതിന് പ്രൂഫായിട്ട് ബില്ലുകളുണ്ട്, റെസീപ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വൗച്ചർ അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയും. ഇതൊരു ഡോക്യുമെൻ്ററി ഒരു എവിഡൻസ് ആണ്. ആ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ആ ബില്ല് എന്ന് പറയുമ്പോൾ. ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ഇത് വൗച്ചറുകൾ, സോഴ്സ് ഡോക്യുമെൻ്റൊക്കെ കൂടുതൽ റിലയബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. നമ്മൾ ഓരോ വൗച്ചർ നമ്പറുകൾ എഴുതിയിട്ടാണ് നമ്മൾ അക്കൗണ്ടുകൾ തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ പഠിച്ചു. ആദ്യം നമ്മൾ എന്താണ് ഡ്രോയിങ്സ് എന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്. പിന്നീട് ഒരുപാട് ടേംസ് നമ്മൾ പഠിച്ചു. ഡ്രോയിങ്സ് പഠിച്ചു, സെയിൽ എന്താണെന്ന് പഠിച്ചു, പർച്ചേസ്,
ഇപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ യൂസിന് സാധനങ്ങൾ വിഡ്രോൺ ചെയ്യുക, പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ്സിലെ ക്യാഷോ അസറ്റോ ഓണർ വിഡ്രോൺ ചെയ്യുന്ന എമൗണ്ടിനെ ഡ്രോയിങ്സ് എന്ന് പറയും. സെയിൽസ് എന്തൊക്കെ എമൗണ്ടുകളാണ് കേട്ടോ. സെയിൽസ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വിൽക്കുക, സാധനങ്ങൾ സെല് ചെയ്തുകൊണ്ടോ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ ചെയ്യുന്ന ആ ടോട്ടൽ റവന്യൂവിനെ നമ്മൾ എന്ത് പറയും, സെയിൽ എന്ന് പറയും. സെയിൽസിൻ്റെ എമൗണ്ട് നമ്മളൊക്കെ എമൗണ്ടിലാണ് നമ്മൾ സൂചിപ്പിക്കുക. പർച്ചേസ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ എന്ത് പറയും, പർച്ചേസ് എന്ന് പറയും. സാധനങ്ങൾ വാങ്ങിക്കുന്ന ടോട്ടൽ എമൗണ്ടിനെ പർച്ചേസ് എന്ന് പറയും. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ റവന്യൂ ഏൺ ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റിനെ നമ്മൾ എക്സ്പെൻസ്, ആ എമൗണ്ടിന് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയും. ഇൻകം എന്ന് പറയുമ്പോൾ ബിസിനസ് വരുന്ന ടോട്ടൽ റെസീറ്റ്സ് മണീനെ നമ്മൾ, ആ എമൗണ്ടിനെ നമ്മൾ ഇൻകം എന്ന് പറയും. റവന്യൂ എന്ന് പറയുമ്പോൾ സെയിൽസിലൂടെ കിട്ടുന്ന ഇൻകത്തെ നമ്മൾ റവന്യൂ എന്ന് പറയും. സെല്ല് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്നാൽ ഇൻകത്തെ നമ്മൾ റവന്യൂ എന്ന് പറയും. ഇനി എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെൻസിൻ്റെ കിട്ടുന്ന ബെനിഫിറ്റിന് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറുണ്ട്. ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെഷീനറി ഒരുപാട് കാലം ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റും, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. മോർ ദാൻ 1 ഇയർ ബെനിഫിറ്റ് കിട്ടും. ഒരു ഇലക്ട്രിസിറ്റി ബിൽ അല്ലെങ്കിൽ റെൻറ്റ് സാലറി ഒക്കെ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ അത് മന്ത്ലി ആണല്ലേ, അപ്പോൾ അത് വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ അത് തീർന്നു പോകും. അപ്പോൾ അതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇനി ഡെപ്റ്റർ, ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള വ്യക്തിയാണ് ഡെപ്റ്റർ എന്ന് പറയും. ബിസിനസ് പൈസ കൊടുക്കാനുള്ള വ്യക്തിയാണ് ക്രെഡിറ്റർ എന്ന് പറയും. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസിനേക്കാൾ കൂടുതൽ റവന്യൂ ആവശ്യം വരുമ്പോഴാണ് പ്രോഫിറ്റ് എന്ന് പറയുക. ലോസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് കൂടുതലും റവന്യൂ കുറവുമാണ് ലോസ് വരിക. ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ്, ബൈയും സെല്ലിയും ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് ഗുഡ്സ് എന്ന് പറയുക. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അൺസോൾഡ്, വിറ്റ് പോവാത്ത ഗുഡ്സിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുക. അൺസോൾഡ് ഗുഡ്സിനെ സ്റ്റോക്ക് എന്ന് പറയും. ഇൻവെൻട്രി എന്ന് പറയും. ക്ലോസിങ് സ്റ്റോക്ക് ഉണ്ട്, എൻഡിങ്ങിൽ വരുന്ന ക്ലോസിങ് സ്റ്റോക്ക്, ബിഗിനിങ്ങിൽ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്. വൗച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ബില്ല്, റെസീറ്റ്സ് ഇതൊക്കെ വൗച്ചറുകളാണ്, ഒരു പ്രൂഫാണ്, ഒരു എവിഡൻസ് ആണ്. സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയും. ഇത്രയും ടേംസ് പഠിച്ചു, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. അതേപോലെ തന്നെ എക്സാമ്പിൾസ് അതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടേംസിനും എക്സാമ്പിൾസ് ഉണ്ട്. ഈ എക്സാമ്പിൾസ് തന്നിട്ട് ഇത് ഏത് ടേമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡെഫിനിഷൻസും ഓർത്ത് വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ ശ്രദ്ധിച്ച് കണ്ട എല്ലാവർക്കും താങ്ക് യു. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻസ് ഓണാക്കി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.